ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചേന തീയലാണ് തയ്യാറാക്കുന്നത്. ചേന തീയൽ തയ്യാറാക്കാൻ നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ഒരു ചേന കളച്ച് അതിൽ നിന്നൊരു കഷ്ണം മുറിച്ച് തൊലിയെല്ലാം കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചെടുക്കുന്ന സമയത്ത് കൈ ചൊറിയുന്നുണ്ടെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കൈ ചൊറിയൂല. ഗ്ലൗസ് ഇട്ടിട്ട് ചേന മുറിച്ചെടുത്താൽ മതി. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുക്കുമ്പോൾ അധികം കൂടുതൽ കൈ ചൊറിയാതിരിക്കാൻ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ചേന ഇട്ട് കൊടുത്ത് പൈപ്പിൻ്റെ അടിയിൽ പിടിച്ച് ഒരു സ്പൂണ് വെച്ച് ഇളക്കി കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചിട്ട് ചേന വൃത്തിക്ക് കഴുകിയെടുക്കാൻ പറ്റും. ഇനി ഈ കഴുകിയെടുത്ത ചേന കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ ചേന പാകത്തിന് വെന്ത് കിട്ടും. കടയിൽ നിന്ന് വാങ്ങുന്ന ചേനയാണെങ്കിൽ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കണം. ഇത് ഞാൻ കളച്ചെടുത്ത വീട്ടിൽ നിന്ന് തന്നെ കളച്ചെടുത്ത ചേന ആയതുകൊണ്ട് കുക്കറിൽ ഇടുന്നില്ല, പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കുന്നതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെക്കണം. ഒരു 10 മിനിറ്റ് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് പുളീൻ്റെ സത്ത് മുഴുവൻ പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് 2 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സി ജാറിലിട്ടിട്ട് കറക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മിക്സി ജാറിലിട്ടിട്ട് കറക്കി ഇട്ട് കൊടുത്താൽ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് ഒരേപോലെ മൂത്ത് കിട്ടും. ഒരു പെട്ടെന്ന് തന്നെ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആദ്യം ചെറുതായിട്ട് ചിരകിയിട്ടുള്ള തേങ്ങയെല്ലാം മൂത്ത് വലിയ തേങ്ങ മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ചെറിയ തേങ്ങ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി ഇതിലിട്ടിട്ട് വറുത്തെടുക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് തന്നെ തേങ്ങ പാകത്തിന് മൂത്ത് കിട്ടും, കരിയാതെ വറുത്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കുറച്ച് തണ്ടോടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. തണ്ടോടെ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ല രുചിയും മണവും ഉണ്ടാവും. ഇനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കൈവിടാതെ ഇളക്കിയാലേ കരിയാതെ കിട്ടും. ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതുപോലെ ഒരു കളർ മാറുന്ന സമയത്ത് ചെറുതായിട്ട് കളർ മാറുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കാം. ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഗോൾഡൻ കളറായി വരുമ്പം സിമ്മിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇനി സിമ്മിൽ വെച്ചിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ വറുത്തെടുക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് വറുത്തെടുക്കാനും പറ്റും, കരിയാതെ ഒരേ പാകത്തിൽ മൂത്ത് കിട്ടുകയും ചെയ്യും. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഈ പാത്രത്തിന് നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർത്താൽ മതി. 2 ടീസ്പൂൺ പിരിയമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കിട്ടും. ഈ പാത്രത്തിൻ്റെ ചൂടോടെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയെല്ലാം മൂത്ത് വരും. ഇതിനി ഒരു പാത്രത്തിൽ നിരത്തി ഒന്ന് ചെറുതായി തണുക്കാൻ വെക്കണം. ചെറിയൊരു ചൂടോടെ ഇത് മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/4 ടീസ്പൂൺ കടുക്, എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മുറിച്ച് വെച്ച ചേന ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് മുറിച്ച് വെച്ച ചേന വേവിക്കാത്തതാണ്, വേവിക്കാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേവിച്ച ചേനയാണെങ്കിൽ ഈ സമയത്ത് ഇതിനെ ചേർത്ത് കൊടുക്കാം. വേവിച്ച ചേന ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ചെറിയ തീയിൽ വെക്കണം. ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കാം. ചൂട് തണുത്തതിന് ശേഷം തേങ്ങ മിക്സി ജാറിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. തേങ്ങ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത്
ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. 1 2 3 പ്രാവശ്യം ഇങ്ങനെ അരച്ചെടുത്താൽ ഇതുപോലെ കിട്ടും. തേങ്ങ അതിലുള്ള എണ്ണ കൊണ്ട് തന്നെ ഇതുപോലെ അരഞ്ഞു വരും. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ തേങ്ങേൻ്റെ ഈ കളർ കിട്ടില്ല, കളർ മാറി വരും, ഈ ബ്ലാക്ക് കളർ കിട്ടില്ല. അതുകൊണ്ട് വെള്ളം ചേർക്കാണ്ട് തന്നെ അരച്ചെടുക്കാം. ഇനി അരച്ച തേങ്ങ ചേനയിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സി ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പം തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ചേന ഒന്ന് വേവിച്ചെടുക്കണം. വേവാത്ത ചേന ആയതുകൊണ്ട് ചേന ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് ചേന വെന്ത് കിട്ടും. തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതിരിക്കാൻ. ഇനി ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പും ചേർത്ത് ഒന്നും കൂടെ അടച്ചു വെച്ച് എണ്ണ തെളിയുന്നവരെ അടച്ചു വെക്കാം. ഇനി ഒന്നിത് തുറന്ന് നോക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ചേന തീയൽ റെഡിയായി. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ചേന കൊണ്ടുള്ള കുറേ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.